വെൽക്കം ബാക്ക്. നമ്മൾ തേർഡ് ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ സെക്കൻഡ് പാർട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസ് ലോ കണ്ടു, ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടു, റെസിസ്റ്റൻസ് എന്നുള്ള ടേം അവതരിപ്പിച്ചു. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പുതിയ ചില ടോപ്പുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആദ്യം പറയാൻ പോകുന്നത്, ഒരു റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലൊരു റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ റെസിസ്റ്ററുമേ ചില കളർ കോഡുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതാ ഇവിടെ നോക്കൂ, അതായത് ഒരു റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്ററുമേ 4 കളർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് ആദ്യം കൊടുത്തിട്ടുള്ള 2 ലൈൻസ്, 1, 2 എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. മൂന്നാമത്തെ ഇവിടെ റെഡ് കൊടുത്തുള്ളതിന് താഴെ എഴുതിയിട്ടുണ്ട് മൾട്ടിപ്ലയർ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4-മത്തെ ടോളറൻസ് ആണ്. ഈ കളർ കോഡ് ഉപയോഗിച്ച് ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടേബിളാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, റെസിസ്റ്റർ കളർ കോഡ്. ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റേഴ്സ് ആൻഡ് ദയർ പെർസെൻറ്റേജ് ആക്യുറസി ആർ മാർക്ക്ഡ് ഓൺ ദം ഇൻ ദ ഫോം ഓഫ് 4 റിങ്സ്. കളേർഡ് റിങ്സ് ആണ് കേട്ടോ. ദ ഫസ്റ്റ് 2 റിങ്സ് ഫ്രം ദ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ദ ഫസ്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമുക്കത് എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ മുഖേന കാണാം, അപ്പോൾ മനസ്സിലാവും. ദ തേർഡ് റിങ് ഇൻഡിക്കേറ്റ്സ് ദ മൾട്ടിപ്ലയർ. ദ ഫോർത്ത് റിങ് ഇൻഡിക്കേറ്റ്സ് ദ ടോളറൻസ് ഓർ പെർസെൻറ്റേജ് ടോളറൻസ്. നോക്കൂ, ഈ കളർ കോഡ് നോക്കൂ. കളറ് ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ, ഡിജിറ്റ് വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0 ആണ്. അതിൻ്റെ മൾട്ടിപ്ലയർ 10⁻0 ആണ്. ബ്രൗൺ ആണെങ്കിൽ അതിൻ്റെ ഡിജിറ്റ് വാല്യൂ 1 ആണ്, അപ്പോൾ 10⁻1 വന്നു. റെഡിന് 2 ആണ്, 10⁻2 വന്നു. അങ്ങനെ ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ് ഉൾപ്പെടെ നമ്മൾ 10 കളേഴ്സാണ് ഇവിടെ പറയുന്നത്. അത് കൂടാണ്ട് 3 കാര്യങ്ങളോട് പറയുന്നത്. ഒന്ന് ഗോൾഡ്, അതിൻ്റെ ടോളറൻസ്. ഇവിടെ മോൾ ഭാഗത്ത് കിടക്കുന്ന ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ടോളറൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഗോൾഡിൻ്റെ ടോളറൻസ് 5% ആണ്, ±5%. സിൽവർ ആണെങ്കിൽ 10%. നോ കളറാണെങ്കിൽ 20% ആണ്. ഓക്കെ, നമുക്കിനൊരു എക്സാമ്പിൾ കാണാം. ഒരു റെസിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, ലെഫ്റ്റിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 4 കളേഴ്സ്, റെഡ്, ഓറഞ്ച് ആൻഡ് സിൽവർ ആണെന്ന് വിചാരിക്കും. ഒന്നുകൂടെ നോക്കാം. റെഡ്, ഓറഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന ടേബിളിൽ ഒന്നുകൂടെ നോക്കൂ, റെഡിൻ്റെ വാല്യൂസ് നോക്ക്. റെഡിൻ്റെ വാല്യൂസ് ഇവിടെ 2 നമ്മൾ കൊടുത്തിരുന്നത്. റെഡിൻ്റെ വാല്യൂസ് 2 കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കളേർഡ് റിങ് ഏതായിരുന്നു? റെഡും റെഡായിരുന്നു. റെഡിൻ്റെ 2ഉം രണ്ടാമത്തെ റെഡിൻ്റെ 2 എടുത്തപ്പോൾ 22 കിട്ടി. ഇനി ഒരു എക്സാമ്പിൾ, ആദ്യത്തെ ബ്രൗണും രണ്ടാമത്തെ റെഡാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബ്രൗണിൻ്റെ 1ഉം റെഡിൻ്റെ 2ഉം ഒരുമിച്ച് എഴുതി, അപ്പോൾ 12 കിട്ടി. ഇനി ആദ്യത്തെ ഓറഞ്ചും രണ്ടാമത്തെ റിങ് യെല്ലോ കളേർഡാന്ന് വിചാരിക്കുക, അപ്പോൾ 34 കിട്ടി. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഈ കേസിൽ റെഡും റെഡായതുകൊണ്ട് നമ്മൾ 22 എന്നെടുത്തു. ഇനി ഒന്നുകൂടെ നോക്കാം. ഇതാ അടുത്തത് റെഡ് കഴിഞ്ഞാൽ അടുത്തത് ഓറഞ്ചാണ്. മൂന്നാമത്തെ നമ്മൾ ഏതാ പറഞ്ഞത്? മൾട്ടിപ്ലയർ. അപ്പോൾ ഓറഞ്ചിൻ്റെ വാല്യൂ ഇവിടെ നോക്കി നോക്കൂ. ഓറഞ്ചിൻ്റെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ഇവിടെ കിടക്കുന്നത് ഇതാ ഈ 10⁻3 ആണ്. 10⁻3 ആണ് അതിൻ്റെ മൾട്ടിപ്ലയർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെ 10⁻3 കൊടുത്തു മൾട്ടിപ്ലയർ, അപ്പോൾ ഇൻറ്റു 10⁻3. സിൽവറാണ് അതുമത്തെ 4-മത്തെ കളേർഡ് റിങ് കിടക്കുന്നത്. സിൽവറിൻ്റെ ടോളറൻസ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നു. ഗോൾഡിനാണെങ്കിൽ ±5%, സിൽവറിനാണെങ്കിൽ 10%. അതല്ല അവിടെ കളറൊന്നും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, നോ കളേർഡ് റിങ് ആണെങ്കിൽ 20% ആണ് ടോളറൻസ്. ഇവിടെ സിൽവറാണ് മാർക്ക് ചെയ്തേക്കണത്, അതുകൊണ്ട് 10%. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 22 കിലോ ഓം ഉള്ള ഒരു റെസിസ്റ്റൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 22 കിലോ ഓം. ഈ ±10% എന്ന് പറയുന്നത് ഇതിലൊരു 10% അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ വാല്യൂവിൽ മാറ്റം വരാം. ഉദാഹരണം, 1000 ഓമുള്ള ഒരു റെസിസ്റ്ററാന്ന് വിചാരിച്ചോളും. അതിന് 10% എന്ന് പറയുമ്പോൾ 100. അപ്പോൾ 900-നും
മൈനസ് ചെയ്യുമ്പോൾ 1000-ൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ 900, പ്ലസ് ചെയ്യുമ്പോൾ 1100. അപ്പോൾ ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 900-നും 1100-നും ഇടയിൽ വാല്യൂ ചെയ്യുന്ന അർത്ഥം. അതാണ് ടോളറൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, എന്താണ് ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം? ഇവിടെ നോക്കൂ, R = V/I, ഓംസ് ലോൺ. അത് കൂടാണ്ട് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് R = M×L/N/E². ടോ എ എന്നൊരു ഫോർമുല കാണാനുണ്ടായി. അതിൽ M/L/N/E ടോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആകയാൽ R പ്രപ്പോർഷണൽ ടു ടോ അല്ല, ഏരിയ കോൺസ്റ്റൻ്റ് ആകയാൽ R പ്രപ്പോർഷണൽ ടു 1/ടൈം, റിലാക്സേഷൻ ടൈം എടുത്തു. അടുത്ത് വായിച്ചു നോക്കൂ, ആസ് ദ ടെമ്പറേച്ചർ ഓഫ് മെറ്റീരിയൽ ഇൻക്രീസസ് റിലാക്സേഷൻ ടൈം ഡിക്രീസസ്, സോ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഇവിടുത്തെ ഇക്വേഷൻ വളരെ ക്ലിയർ ആണ്. റിലാക്സേഷൻ ടൈം റെസിസ്റ്റൻസ് തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, ഇവിടുത്തെ റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നർത്ഥം. ഹെൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഹെഡിങ് വായിക്കൂ, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഒരു സംശയമില്ല, അത് കേസാണ്. അതിനൊരു ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. RT = ഇവിടെ നോക്കൂ, R0 × 1 + α_t + βt² എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റൻസ്. ആ കോൺസ്റ്റൻറ്റ് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. R0 is the resistance at 0 degree Celsius and RT is the resistance at room temperature or at a particular temperature. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, when temperature increases resistance also increases. അടുത്തത് ആൽഫ ഞാൻ എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പറയുന്ന പേര് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അതിന് പറയുന്ന പേര്. ഇഫ് R0 is the resistance of a conductor at 0 degree Celsius and RT be the resistance at T degree Celsius, then നേരത്തെ പറഞ്ഞ ഫോർമുല ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ അവസാനം പറഞ്ഞ ഫോർമുല RT = R0 × 1 + α_t + βt². രണ്ടാമത്തെ ടേമായിട്ടുള്ള βt² നമുക്ക് വേണ്ടി നെഗ്ലക്റ്റ് ചെയ്യാം. Therefore RT = R0 × 1 + α_t എന്നായി മാറി ഈ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ ബ്രാക്കറ്റിനെ പുറത്തേക്ക് എടുത്തപ്പോൾ RT = R0 + R0 α_t എന്നായി മാറി. അതിൽ നിന്ന് ആൽഫ കണ്ടുപിടിച്ചു ആ ഇക്വേഷനിൽ RT - R0/R0t. വെയർ ആൽഫ അതിന് പറയുന്ന പേരെന്താ? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്ന വിധം വായിച്ചു നോക്കൂ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ ടു ദ റെസിസ്റ്റൻസ് അറ്റ് 0 degree. അടുത്തത്, if R1 and R2 are resistances at T1 degree Celsius and T2 degree Celsius, then for metals R1 ഉം R2 നമ്മൾ തൊട്ട് മുമ്പത്തെ ഫോർമുല മറന്നുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ആൽഫ = RT - R0/R0t ആണ്. അതിന് പകരം നമ്മൾ R2 - R1 R1T2 - R2T1 എന്നുള്ള ഫോർമുല എഴുതി മാത്രമേ ഉള്ളൂ. രണ്ട് ഫോർമുല ഉണ്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിന്. ഓക്കെ, ഫോർ മെറ്റൽസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് പോസിറ്റീവ്, while for insulators and semiconductors it is negative. എന്ന് വെച്ചാൽ as temperature increases ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആൽഫ ഡിക്രീസ് ചെയ്യും. ആർക്ക്? ഇൻസുലേറ്റേഴ്സിനും സെമി കണ്ടക്ടേഴ്സിനും കേട്ടോ. ബട്ട് ഫോർ അലോയ്സ് സച്ച് ആസ് മെങ്കാനിൻ, കോൺസ്റ്റൻറ്റൻ തുടങ്ങിയ ലോഹ മിശ്രിതങ്ങൾക്ക് ആൽഫ ഈസ് വെരി സ്മോൾ ഓർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ when temperature increases there is no change in the resistance. So these alloys are used for making standard resistance coil. Okay, ഉദാഹരണത്തിന് പൊട്ടൻഷ്യോമീറ്റർ, മീറ്റർ ബ്രിഡ്ജ്, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വയറുകൾ ഈസ് മേഡ് അപ്പ് ഓഫ് മെങ്കാനിൻ ഓർ കോൺസ്റ്റൻറ്റ്. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് റെസിസ്റ്റൻസ്. സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് 0 ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള വസ്തുക്കൾ. എക്സാമ്പിൾ ഏതാ പറഞ്ഞ്? മെങ്കാനിനും കോൺസ്റ്റൻറ്റും. ഓക്കെ, അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി റോ ആൻഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്.
അതെന്താണ്? റോ ഈസ് ഈക്വൾ ടു റോ 0 പ്ലസ് ഇൻറ്റു റോ ഈസ് ഈക്വൾ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി. റോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിസ്റ്റിവിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. റോ 0 മീൻസ് ഇറ്റ് ഈസ് എ റെസിസ്റ്റിവിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത് നമുക്കിനി അടുത്തേക്ക് പോവാം. അടുത്ത സൂപ്പർ കണ്ടക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. അതിന് റിവേഴ്സ് ചിന്തിച്ചു. കാമർലിംഗ് ഓൺസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ കണ്ടുപിടുത്താണിത്. വെൻ temperature decreases, resistance also decreases. At a particular temperature, say critical temperature or transition temperature, the resistance becomes zero. This phenomenon is known as superconductivity. അപ്പോൾ എന്താ സൂപ്പർ കണ്ടക്ടിവിറ്റി? അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ the resistance completely vanish off. This phenomenon is known as superconductivity and the material is known as superconductors. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 4.2 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ കുറച്ചാലേ മെർക്കുറി സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നു. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ് ഓഫേഴ്സ് നോ റെസിസ്റ്റൻസ്. സിമിലർലി ഫോർ ലെഡ് ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഈസ് 7.3 കെൽവിൻ. ഓക്കെ, ആൻഡ് ഫോർ നിയോബിയം ഇറ്റ് ഈസ് 9.2 കെൽവിൻ. So all these material becomes superconduct at these particular temperatures, and all these superconductors are used in supercomputers. ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചായിട്ട് ഫിസിക്സിൻ്റെ തൽക്കാലം പരിഗണിക്കുന്നുണ്ട്. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ പഠിച്ചു. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. അതുപോലെ റെസിസ്റ്റേഴ്സിന് നമുക്ക് സീരീസിലും പാരലലും പിടിപ്പിക്കാം. അതിൻ്റെ വാല്യൂസാണ് നമ്മൾ കാണാൻ പോകുന്നത്. കൺസിഡർ 3 കപ്പാസിറ്റേഴ്സ് ഹാവിങ് കപ്പാസിറ്റൻസസ് R1, R2 ആൻഡ് R3 are connected in series with a battery having potential difference V volts. Okay, V1 be the PD across the first resistor, V2 be the potential difference across the second resistor, and V3 be the potential difference across the third resistor. I be the current flowing through the circuit. Then according to Ohm's law, potential difference across R1 V1 is equal to IR1, and PD across R2 is equal to V2 is equal to IR2, and PD across R3 is equal to V3 is equal to IR3. Then total potential difference V is equal to V1 plus V2 plus V3. Then substitute for V1, V2 and V3, we get V is equal to IR1 plus IR2 plus IR3. Okay, now ചെയ്യാൻ പോകുന്ന കാര്യം, all these 3 resistors are replaced by a single resistor having a resistance R, which is connected with the same battery having potential V. Therefore, V is equal to IR. Then left hand side of this equation V can be replaced by this equation IR. Therefore, our equation becomes IR is equal to IR1 plus IR2 plus IR3. Here, current is a common factor. In series connection, current should be the same, while potential difference should vary V3. But current should be same for all these 3 resistors. Therefore, I എന്ന് പറയുന്നത് ഒരു കോമൺ ടേം ആണ്. അതുകൊണ്ട് ഐ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. Therefore, R is equal to R1 plus R2 plus R3. ഇപ്പോൾ നമ്മൾ 3 റെസിസ്റ്റേഴ്സ് ആണെങ്കിലാണ് R1 plus R2 plus R3. നമ്മൾ ഒരു ലെറ്റസ് അസ്യൂം ദ ഫോർത്ത് റെസിസ്റ്റർ ഹാവിങ് റെസിസ്റ്റൻസ് R4. ദെൻ ദി ഇക്വേഷൻ ബിക്കംസ് R is equal to R1 plus R2 plus R3 plus R4. ഓക്കെ, ഇതെല്ലാത്തിൻ്റെയും റെസിസ്റ്റൻസ് സെയിം ആണെന്ന് വിചാരിക്കും. എല്ലാ R1 പകരം R2 R എന്ന് വിചാരിക്കൂ. തേർഡ് റെസിസ്റ്ററിന് R തന്നെയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? R plus R or equal to 3R കിട്ടി. If there are n resistors, our equation should become Rs is equal to NR. Rs എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്റൻസിൻ്റെ ഇഫക്റ്റീവ് വാല്യൂ. ഓക്കെ, രണ്ടാമത്തെ റെസിസ്റ്റേഴ്സ് ഇൻ പാരലാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കൺസിഡർ 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 are connected in parallel with a battery having potential V volts. Let I be the current flowing through the circuit. ഈ ജംഗ്ഷനിലെത്തുമ്പോൾ I എന്ന് പറയുന്ന കറണ്ടിന് ഇറ്റ് ഹാസ് 3 ബ്രാഞ്ചസ്. ഒന്ന് I1 ത്രൂ ദ ഫസ്റ്റ് റെസിസ്റ്റർ R1, I2
through the second resistor R2 and I3 be the current flowing through the third resistor R3. ഈ ജംഗ്ഷനിലെത്തുമ്പോൾ all these three currents are meeting together and total current is equal to I. Therefore, I is equal to sum of these three currents. I is equal to I1 plus I2 plus I3. But I1 is equal to V by R1, I2 is equal to V by R2 and I3 is equal to V by R3. ആ ഇക്വേഷനിൽ കൊടുത്തു. I1ന് പകരം V by R1 എന്ന് കൊടുത്തു, I2ന് പകരം V by R2 എന്ന് കൊടുത്തു, അതുപോലെ I3ക്ക് പകരം V by R3 എന്ന് കൊടുത്തു. ഓക്കെ, നൗ these three resistors are replaced by a single resistor having resistance R, which is connected with the same battery having potential V volts, such that I can be replaced with V by R. Okay, therefore our equation becomes 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. കാരണം V എന്ന് പറയുന്നത് കോമൺ ടേമാണ്, ക്യാൻസലായിപ്പോയി. അപ്പോൾ സീരീസിലെ പൊട്ടൻഷ്യൽ ഓരോ റെസിസ്റ്ററിനും പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ കറണ്ട് ഷുഡ് ബി ദ സെയിം അവിടെയായിരുന്നു. ഇവിടെ കറണ്ട്, അതായത് പാരലൽ കോമ്പിനേഷനിൽ കറണ്ട് വ്യത്യാസമുണ്ട്, ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് വ്യത്യാസമുണ്ട്, പക്ഷേ പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ സീരീസിൻ്റെ ഇക്വേഷൻ R is equal to R1 plus R2 plus R3. പാരലൽ ഇക്വേഷൻ 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അടുത്ത ടോപ്പിക്കിൽ പ്രവേശിക്കാം. EMF, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആൻഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെല്ലാണ് പറയാൻ പോകുന്നത്. ഒരു സെല്ല് എങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഡെറൈവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജിയാണ്. എന്തൊക്കെയാണ് ഒരു സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? 2 ഇലക്ട്രോഡ്സ് കാണും, ഒരു ഇലക്ട്രോലൈറ്റ് കാണും. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഒരു ഡാനിയൽ സെല്ലിൻ്റെ ഭാഗത്ത് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ റോഡാണെന്ന് വിചാരിക്കും, കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക് റോഡാണ്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് അതിന് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യമുള്ള ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ EMF എന്നുള്ള ടേം കാണാൻ. EMF ഒന്ന് വായിച്ച് നോക്കിയാലോ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് വെൻ നോ കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ സെൽ ഈസ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ബാറ്ററി നമ്മളൊരു ഡ്രൈ സെല്ല് കടയിൽ നിന്ന് വാങ്ങിച്ചു, ക്ലോക്കിലിടാൻ പറ്റുന്ന ഒരു ബാറ്ററി വാങ്ങിച്ചു എന്ന് വിചാരിക്കും. അതിന് നമ്മൾ സർക്യൂട്ടുമായി ബന്ധിപ്പിക്കാത്ത സമയത്ത് ആ 2 ടെർമിനലിന്, പോസിറ്റീവ് ടെർമിനലിനും ആനോഡിനും നെഗറ്റീവ് ടെർമിനലായിട്ടുള്ള കാഥോഡിനും മധ്യഭാഗത്തുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. പേര് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണെങ്കിലും ഇതൊരു ഫോഴ്സ് അല്ല കേട്ടോ. പേര് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് കൊടുത്താലും ഫോഴ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ EMF എന്താണെന്ന് മനസ്സിലായി വിചാരിക്കണം. ഇനി എപ്പോഴെങ്കിലും അതിൽ നിന്ന് ഒരു വയർ മുഖേന ഒരു ബൾബിലേക്ക് ഘടിപ്പിച്ചു, കറണ്ട് ഫ്ലോ ചെയ്യാൻ ആരംഭിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനുള്ള ഭാഗത്തുള്ള ഇലക്ട്രോലൈറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ദിസ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ് ഓഫ് എ സെൽ ഈസ് ജനറലി നോൺ ആസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് EMF പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ടെർമിനൽ PD എന്ന് പറയുന്ന ഒരു ടേം കൂടെ പറയണം. ഓക്കെ, കൺസിഡർ എ സെൽ having EMF E, internal resistance small r, connected with an external resistance. ഉദാഹരണത്തിന് ഒരു ബാറ്ററീനെ ഒരു ബൾബുമായി ഘടിപ്പിച്ചു. ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ R എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് ഓംസ് ലോ പ്രകാരം EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. EMF എന്ന് പറയുന്നത് ഈ ബാറ്ററി EMF ആണ്. ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. ഒന്ന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ r, 2 എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. അപ്പോൾ നമ്മുടെ ഫോർമുല എങ്ങനെയായിട്ട് മാറി? I is equal to E divided by R plus R. R plus R എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അതിൽ നമുക്ക് E is equal to IR plus IR എന്ന് കിട്ടി. അതിൽ IR എന്ന് പറയുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ ഇലക്ട്രോഡ്സ് വെൻ ദ സെൽ ഈസ് ക്ലോസ്ഡ്, വെൻ ദ സെൽ ഈസ് ക്ലോസർ. അപ്പോൾ സെല്ല് ക്ലോസ്ഡ് ആയ സമയത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് പറയുന്ന പേരാണ് ടെർമിനൽ PD. ഓപ്പൺ ആയിരിക്കുന്ന സമയത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് EMF. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് ടെർമിനൽ PD V is equal to, ഇവിടുത്തെ IRന് പകരം V എന്ന് കൊടുത്തു മാത്രമേ ഉള്ളൂ. V is equal to E minus IR. ഈ IRന് പറയുന്ന പേരാണ് ലോസ്റ്റ് വോൾട്ട്, ഒരു പേരുകൊണ്ടിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഓക്കെ, therefore
ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ഇതിനെ പറയുന്ന പേരെന്താ ടെർമിനൽ പി ഡി, ഇതിനെ പറയുന്ന പേരെന്താ ലോസ്റ്റ് വോൾട്ട്. ദെർഫോർ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ടെർമിനൽ പി ഡി പ്ലസ് ലോസ്റ്റ് വോൾട്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, നമ്മൾ റെസിസ്റ്റേഴ്സിനെ സീരീസിൽ പാരലൽ പിടിപ്പിച്ചു, കപ്പാസിറ്റേഴ്സിനെ സീരീസ് പാരലൽ പിടിപ്പിച്ചു. എന്തുകൊണ്ട് സെല്ലിനെ പിടിപ്പിച്ചുകൂടാ? തീർച്ചയായിട്ടും പിടിപ്പിക്കാം. കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. രണ്ട് സെല്ല്, ഒന്നാമത്തെ സെല്ല് ഹാവിങ് ഇ എം എഫ് ഇ1 ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ആൻഡ് സെക്കൻഡ് സെൽ ഹാവിങ് ഇ എം എഫ് ഇ2 ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R2 കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, കൺസിഡർ 3 points A, second point B and third point C. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സെല്ലിൻ്റെ ഇ എം എഫിൽ നിന്ന് അതിൻ്റെ ലോസ്റ്റ് വോൾട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ E1 മൈനസ് ലോസ്റ്റ് വോൾട്ട് IR1. സിമിലർലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി അതെന്താ ചെയ്യേണ്ടത്? ഈ സെല്ലിൻ്റെ ഇ എം എഫിൽ നിന്ന് അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം മൈനസ് ചെയ്യുക, E2 മൈനസ് IR2. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും സമ്മായിരിക്കും. VAB പ്ലസ് VAC. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സം ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനൊന്ന് നമ്മൾ മാത്തമാറ്റിക്കലി ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു വെച്ചിരിക്കുന്നു. VAC എന്ന് പറയുന്നത് E1 പ്ലസ് E2 മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2 ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സെല്ലും റീപ്ലേസ് ചെയ്യുന്നു ബൈ എ സിംഗിൾ സെൽ. അതിൻ്റെ ഇ എം എഫ് ഇ ആണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ ഈ AC എന്ന് പറയുന്ന അക്രോസ് ആയിട്ടുള്ള ടെർമിനൽ പി ഡി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇ എം എഫിൽ നിന്ന് അതിൻ്റെ ലോസ്റ്റ് വോൾട്ട് മൈനസ് ചെയ്യണം. അതവിടെ എഴുതിയിട്ട് E മൈനസ് IR. അത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കമ്പയർ ചെയ്തു. അതിൽ നിന്ന് E ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി E1 പ്ലസ് E2 ആണ്. അതായത് രണ്ട് സെല്ല് സീരീസിൽ പിടിപ്പിക്കുമ്പോൾ ഇഫക്റ്റീവ് ഇ എം എഫ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഇ എം എഫ് ആണ്. ഉദാഹരണം 1.5 വോൾട്ടുള്ള ഒരു ബാറ്ററിയും 1.5 വോൾട്ടുള്ള ഒരു ബാറ്ററിന് സീരീസിൽ പിടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് 3 വോൾട്ട് ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആയി വിചാരിക്കുന്നു. അതേപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ആഡായി വരും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമുക്കറിയാം, റെസിസ്റ്റൻസുകൾ സീരീസിൽ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസുകൾ R=R1 പ്ലസ് R2 പ്ലസ് R3 ആണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും R1 പ്ലസ് R2 ആയിട്ട് മാറും. 3 സെല്ലുണ്ടെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറയുന്നത് മൂന്നാം സെല്ലിൻ്റെ റെസിസ്റ്റൻസ് ആണെന്നർത്ഥം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്തത് പാരലൽ കോമ്പിനേഷൻ ഓഫ് സെല്ലാണ്. അപ്പോൾ നമ്മൾ സീരീസ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് പാരലൽ. കൺസിഡർ 2 cells having EMF E1 internal resistance R1, second cell having EMF E2 and internal resistance R1 connected in parallel. Okay, അങ്ങനെയാണെങ്കിൽ പി ഡി അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദ ഫസ്റ്റ് സെൽ, ഇതിന് അക്രോസ് ആയിട്ടുള്ള പി ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇ എം എഫിൽ നിന്ന് അതിൻ്റെ ലോസ്റ്റ് വോൾട്ട് മൈനസ് ചെയ്യുക. E1 മൈനസ് IR1. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള പി ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇ എം എഫിൽ നിന്ന് അതിൻ്റെ ലോസ്റ്റ് വോൾട്ട് മൈനസ് ചെയ്തു, E2 മൈനസ് IR2. ഈ രണ്ട് ഈ ഇക്വേഷനിൽ നിന്ന് കറണ്ട് കണ്ടുപിടിച്ചു. I1 ഈസ് ഈക്വൽ ടു E1 മൈനസ് V ഓൾ ഡിവൈഡഡ് ബൈ R1. സിമിലർലി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സെക്കൻഡ് സെൽ I2 ഈസ് ഈക്വൽ ടു E2 മൈനസ് V ഡിവൈഡഡ് ബൈ R2. ഈ I1 പ്ലസ് I2 ആഡ് ചെയ്തു, കാരണം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് ഈ രണ്ട് കറണ്ടിൻ്റെ സമ്മാണ്. അതുകൊണ്ട് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 എഴുതി അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ സെബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനെ റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കണ്ടുവച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ദീസ് 2 cells ആർ റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ സെൽ ഹാവിങ് EMF E ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ r. Therefore ടെർമിനൽ പി ഡി അക്രോസ് ദി സെൽ ഈസ് ഈക്വൽ ടു E മൈനസ് IR. അങ്ങനെയാണെങ്കിൽ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കമ്പയർ ചെയ്തു. Therefore ഈക്വലൻ്റ് EMF E ഈസ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ഓൾ ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇൻറ്റേർണൽ റെസിസ്റ്റൻസുകൾ പാരലൽ ആയതുകൊണ്ട്, റെസിസ്റ്റൻസ് പാരലാകുമ്പോൾ നമുക്കറിയാം 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആണെന്ന്. അതേപോലെ ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 ആണ്. ഓർ R ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ്